US പുതുതായി ഏർപ്പെടുത്തിയ നികുതികളിൽ മിക്കതും നിയമവിരുദ്ധമാണെന്ന ഫെഡറൽ അപ്പീൽ കോടതി വിധി വന്നതിന് പിന്നാലെ രോഷാകുലനായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ ഏറ്റെടുത്തിരിക്കുന്ന താരിഫുകൾ ഇല്ല എങ്കിൽ അമേരിക്ക പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നികുതികളും അതിലൂടെ നമ്മൾ ഇതിനകം സമാഹരിച്ച ട്രില്യൺ കണക്കിന് ഡോളറുകളും ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. നമ്മുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. കോടതിയുടെ 7 മുതൽ 4 വരെയുള്ള തീരുമാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരെയും തീവ്ര ഇടതുപക്ഷ സംഘമെന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം ഈ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒബാമ നിയമിച്ച ജഡ്ജിയെ പ്രശംസിക്കാനും ട്രംപ് മടിച്ചതുമില്ല. അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. മിക്കവാറും എല്ലാ ഇറക്കുമതികളിലും വ്യാപകവും അനിശ്ചിതവുമായ നികുതി ഏർപ്പെടുത്താൻ ട്രംപിന് അധികാരമില്ല എന്നാണ് ഫെഡറൽ സർക്യൂട്ടിനായുള്ള US അപ്പീൽ കോടതി വെള്ളിയാഴ്ച വിധിച്ചത്. കോടതി നികുതികൾ റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, ഈ കാലയളവിൽ ഒക്ടോബർ 14 വരെ നികുതികൾ നിലനിർത്താൻ അനുവാദം നൽകിയിട്ടുമുണ്ട്. ട്രംപിന്റെ വ്യാപാര നയത്തിൽ നികുതികൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹം പുതുതായി ഏർപ്പെടുത്തിയ നികുതികൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി തുടരുന്നതിനാൽ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നായ 50% തീരുവ ഇന്ത്യക്ക് മേലും ചുമത്തിയിട്ടുമുണ്ട്. അതേസമയം നികുതികളെ എതിർത്ത ജഡ്ജിമാരെ കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാർ എന്നാണ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖയാണ് ജഡ്ജിമാരുടെ വിയോജനക്കുറിപ്പുകൾ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താരിഫുകൾ സ്ഥിരമായിരിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്നും നവാരോ പറഞ്ഞു. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കേസിൽ തോൽക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാണ് ശരി. അത് അമേരിക്കയുടെ അവസാനമായിരിക്കും. ഇതായിരുന്നു നവാരോയുടെ വാക്കുകൾ. നിലവിൽ അപ്പീൽ കോടതി ട്രംപിന്റെ താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കുന്നതുവരെ അവ നിലനിൽക്കും. യൂറോപ്യൻ യൂണിയൻ, കാനഡ, മെക്സിക്കോ, ചൈന എന്നിവയുമായി ബന്ധപ്പെട്ട വ്യാപാര ബന്ധങ്ങളിലും ഈ വിധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിധി വന്നതിന് പിന്നാലെ ട്രംപ് ഇതിനെ തള്ളി രംഗത്ത് വരികയാണ് ചെയ്തത്. അവസാനം അമേരിക്ക വിജയിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും രാജ്യത്തെ പരമോന്നത കോടതിയിൽ പോരാടുമെന്ന് അറിയിക്കുകയുമാണ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ട്രംപ് ചെയ്തിരിക്കുന്നത്. അതിനിടെ ഈ വിധി അമേരിക്കയുടെ വ്യാപാര പങ്കാളികൾക്കിടയിൽ പുതിയ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയുമാണ്.